ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്, ഞാൻ കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയ വഴി കണ്ട നമ്മുടെ സെലിബ്രിറ്റീസ് ആയ വിൻസിയും അതായത് ഷൈനും തമ്മിലൊരു പത്രസമ്മേളനം നടത്തുന്നതാണ്. അത് എന്താണെന്ന് വെച്ചാൽ, വിൻസി ഷൈനെതിരെ ഒരു 2-3 മാസത്തിന് ഒരു പരാതി കൊടുക്കുകയും ഷൈൻ ഒളിവിൽ പോവുകയും അങ്ങനെ പോലീസ് ഓട്ടിച്ചിട്ട് പിടിക്കുകയൊക്കെ ചെയ്ത വീഡിയോകൾ നമ്മൾ പലതും കണ്ടതാണ്. ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഷൈന് കുറച്ച് എന്താ പറയുക, ഹെൽത്ത് പരമായിട്ട് കുറേ സാധനങ്ങൾ യൂസ് ചെയ്ത് പുള്ളിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി വന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അത് മോശം കാര്യമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. പുള്ളി അത് യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുകയും ആ ട്രീറ്റ്മെൻറ്റ് പോകുന്ന ഭാഗമായിട്ട് പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും യാത്ര ചെയ്ത വണ്ടി ഇടിക്കുകയും അതിലവരുടെ ഫാദർ നഷ്ടപ്പെടുകയും ചെയ്തു. ആ ദുഃഖം നമ്മളെല്ലാവരും കണ്ടതുമാണ്. സോഷ്യൽ മീഡിയ വഴി നമ്മളതിൽ പങ്കുചേർന്നവരുമാണ്. അത് ഈ പക്ഷേ ഷൈൻ ആ ഒരു വ്യക്തി ആ പുള്ളിക്കാരിയോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്ന് തന്നെ പറയാം. കാരണം ഈ സിനിമാ മേഖലയെക്കുറിച്ച് പൊതുവെ ആൾക്കാർക്കൊന്നും നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുന്ന മിക്ക ആൾക്കാരും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളവരും അനാവശ്യമായ കാര്യങ്ങളിൽ പെടുന്നവരാൾക്കാരുമാണെന്ന് പൊതുവെ ഒരു വർത്തമാനമുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ എടുത്തേണ്ട വാഗുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോളും ഒരു ഫിലിം ആർട്ടിസ്റ്റാണ്, ഇല്ലെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. അവളൊരു മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണ്, ഇപ്പം മാക്സിമം ഒരു 6-7 വർഷമായി ഈ ഫീൽഡിൽ തന്നെ വന്നിട്ട് സിനിമ ഒരെണ്ണേ ചെയ്തോളൂ. പക്ഷേ ഒരിക്കലും അവൾക്ക് സിനിമയിലായാലും സീരിയലായാലും അവൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ലൈഫിലുണ്ടായിട്ടില്ല. കാരണം നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നമ്മുടെ അടുത്ത് തിരിച്ച് ആൾക്കാർ നിൽക്കും. നമ്മൾ മോശം രീതിയിൽ നിന്ന് അവരും നമ്മളോട് മോശമായ രീതിയിൽ നിന്ന് നിൽക്കും. അത് 100% ഉറപ്പാണ്. നമ്മളെന്താണോ അതാണ് നമ്മൾ എവിടെ നിൽക്കേണ്ടത്. പിന്നെ വിൻസിയോട് എനിക്ക് ചോദിക്കാറുള്ളത്, വിൻസി നിങ്ങൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ മിക്ക സിനിമകളും നിങ്ങൾ പിന്നെ സൂര്യയിലാണ് ഏതോ ഒരു ചാനലിൽ നിങ്ങൾ വന്ന ആ ചാനലിൻ്റെ പേര് ഓർമ്മയില്ലാത്തതാണ്. അന്ന് വന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തി തന്നെയാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇന്ന് നിലയിലെത്തി നിൽക്കുന്നതും. പക്ഷേ കുട്ടിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളോട് അന്ന് ഷൈൻ ആ രീതിയിൽ പെരുമാറിയ സമയത്ത് എന്തുകൊണ്ട് ആ നിമിഷം നിങ്ങളത് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ആ നിമിഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ല? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആ നിമിഷം നിങ്ങൾ കേസ് കൊടുത്തില്ല? കാരണം ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതൊരാൾ അപമര്യാദയായിട്ട് പെരുമാറുകയാണ്, നമുക്ക് ആ സ്പോട്ടിൽ വീഡിയോ എടുത്ത് നമുക്ക് അവരുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും. പക്ഷെ അന്ന് നിങ്ങളത് ചെയ്യാതെ കുറേ നാളിന് ശേഷമാണ് നിങ്ങളത് അതിനോട് പ്രതികരിച്ചത് എന്നാണ് എനിക്ക് ഫീലായത്. പക്ഷെ അത് വളരെ മോശമായിപ്പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, നമുക്ക് നമ്മുടെ സ്ത്രീകളുടെ നേരെ ആരെന്ത് രീതിയിൽ മോശമായി പെരുമാറി നമുക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റണം. അത് പ്രതികരിച്ചേ പറ്റും. നിങ്ങളൊക്കെ വലിയ ലെവലിൽ വലിയ സെലിബ്രിറ്റീസാണ്, നിങ്ങൾക്ക് ആരും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റും. നിങ്ങളൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്നത് ചെയ്തില്ല? അത് വളരെ മോശമാണ്. ഇപ്പോൾ 2 പേരും കൂടെ ചേർന്ന് വന്നൊരു പത്രസമ്മേളനം കൊടുത്താലും പരസ്പരം വാരി എറിഞ്ഞ ചെളി കഴുകിക്കളയാൻ പറ്റില്ല. ഷൈനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മളെല്ലാ മനുഷ്യരും കണ്ടതാണ്, അറിഞ്ഞതുമാണ്. ഇനിയിപ്പോൾ ഷൈൻ്റെ അടുത്ത് ഏതൊരു വ്യക്തികൾ ചെന്നാലും ആ ഒരു രീതി അകലം എന്തായാലും കാണിക്കും, ആ വ്യക്തി അങ്ങനെ അല്ലെങ്കിൽ പോലും. പക്ഷേ ആ പുള്ളിക്കാരിക്കും അതൊരു ബാഡ് എക്സ്പീരിയൻസ് തോന്നിയത് ഷൈനിൻ്റെ പ്രവൃത്തിയിൽ നിന്നായിരിക്കാം. അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയൽ യാതൊരു തെറ്റുമില്ല, ഒരു കാര്യങ്ങളുമില്ല. ഇനിയെങ്കിലും നിങ്ങളൊക്കെ സെലിബ്രിറ്റീസാണ്, നിങ്ങൾ ചെയ്യേണ്ട നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല സിനിമകൾ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഒരു ജീവിതത്തിന് ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കോമാളി വേഷങ്ങൾ കെട്ടി കളയരുത്. നിങ്ങളും നല്ല ആക്ടറാണ്, ആ കുട്ടി നല്ലൊരു ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിനയിക്കാം. ഇനിയും നിങ്ങൾ ഒരുമിച്ചുള്ള സിനിമകൾ കാണാൻ ഞങ്ങൾ പ്രേക്ഷകരായി ഞങ്ങൾ കാത്തിരിപ്പുണ്ട്. എനിവേ, എന്തിരുന്നാലും എല്ലാ കാര്യങ്ങളും ഏതൊരു ജോലിയായാലും അതിൻ്റെ ആത്മാർത്ഥതയോട് മാത്രം കാണുക, ആത്മാർത്ഥതയോട് മാത്രം ചെയ്യുക. അതിനപ്പുറത്തോട്ട് വേറെ ഒരു ബെനിഫിറ്റിൽ ചെന്ന് ഇടപെടാതിരിക്കുക. അതാണ് നമ്മൾ ഏതൊരു കാര്യത്തിനും ചെയ്യേണ്ടത്. ഏതൊരു ജോലിയിലും നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ചോറാണ്, അതിൽ ആത്മാർത്ഥതയോടും ഭംഗിയോടും കാണിക്കുക. ആഡംബരത്തിൻ്റെ പിന്നാലെയും പണത്തിൻ്റെ പിന്നാലെയും പോയി വേണ്ടാത്ത കുരുക്കളിൽ പെടാതിരിക്കുക.
പൈസയും ആഡംബരവും എല്ലാം വേണം, പക്ഷേ അത് നമ്മുടെ വ്യക്തിത്വം പണയം വെച്ചിട്ടൊന്നും ചെയ്യാതിരിക്കുക. ആണായാലും പെണ്ണായാലും. ഇപ്പോൾ ഇവർ രണ്ടുപേരും വന്നിരുന്ന് ഈ പത്രസമ്മേളനം നടത്തി, ശരി, ഓക്കെ, രണ്ടുപേരും പരസ്പരം മാപ്പ് പറഞ്ഞു, അതൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. ഷൈൻ്റെ പേർക്കുള്ള കേസൊക്കെ ഈ കാരണത്താൽ പിൻവലിക്കാൻ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പത്രസമ്മേളനം കൊടുത്തതും കാര്യങ്ങൾ ചെയ്തതും. എനിവേ, എന്നിരുന്നാലും പറയുകയാണ്, പരസ്പരം ചെളി വാരി എറിയുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങളൊന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഈ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, പരസ്പരം മനസ്സിലാക്കിയെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അന്ന് ഷൈനെ മനസ്സിലാക്കിയില്ല, ഇന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ന്യായമായ കാര്യങ്ങളല്ല. മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരെ നേരെ പ്രവർത്തിച്ചിട്ട് പിന്നെ വന്നിരുന്ന് എനിക്ക് ഇപ്പോഴാണ് അവരെ മനസ്സിലായെന്ന് പറയുന്നില്ല, അത് ഒരു ന്യായവുമില്ല, ഒരർത്ഥവുമില്ല. ചോദ്യത്തിനും ഉത്തരത്തിനും ഒന്നിനും ഒരർത്ഥവുമില്ല. എനിവേ, എനിക്കിപ്പോൾ ഇതാണ് പറയാനുള്ളത്. എനിവേ, ഇനിയും അങ്ങോട്ടുള്ള സിനിമകൾ നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങളെ പ്രതീക്ഷിച്ച് കുറേ പ്രേക്ഷകർ, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സിനിമകൾ ഇഷ്ടമാണ്, രണ്ടുപേരെയും കാണാറുമുണ്ട്. രണ്ടുപേരുടെ സിനിമകളും എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. അത് നല്ല ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളും നമുക്ക് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരാം, പക്ഷെ അത് നേരിടാൻ പഠിക്കണം, ആ സ്പോട്ടിൽ നേരിടാൻ പഠിക്കണം എന്നാണ് എനിക്ക് വിൻസിയോട് പറയാനുള്ളത്. ഷൈനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീകളോട് ഇങ്ങനെ അമ്മമാരായിട്ട് പെരുമാറരുത്, അത് മോശമാണ്. ഏതിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് സിനിമ ചെയ്യാം, നിങ്ങൾ നല്ലൊരു ആക്ടറാണ്, ഇതൊക്കെ കുത്തിവെച്ച് കയറ്റിയിട്ടാവണമെന്നില്ല സിനിമ ചെയ്യാൻ. നിങ്ങൾ കഴിവുള്ളൊരു മനുഷ്യനാണ്, അത് നോക്കി അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി അടുത്തൊരു വീഡിയോ വിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.